ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൽ 2024 ഒരുപാട് പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. നമ്മുടെ മലയാളികളായ ഒരുപാട് എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 2024 പുസ്തക പ്രകാശനത്തിൻ്റെ പുസ്തകങ്ങളുടെ ഒരു യാത്രയിലേക്കാണ് തുടങ്ങുന്നത്. എഴുത്തുകാരനുമായ ശ്രീ വിനീത് വിശ്വദേവിയുടെ മൂന്നാമത്തെ പുസ്തകമായ ഉയരടയാളങ്ങളുടെ പ്രകാശന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ മനുഷ്യരിലൂടെ അവരുടെ ആശയങ്ങളിലൂടെ കാഴ്ചപ്പാടുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉരുത്തിരിയുന്ന കഥകളാണ് ഇന്ത്യയുടെ ഉയരടയാളങ്ങളുടെ മിക്ക കഥകൾ. കാൾസാഗൻ പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിലേക്കുള്ള വെറും ഒരു നോട്ടം മതി നിങ്ങൾക്ക് മറ്റൊരാളുടെ ശബ്ദം കേൾക്കാം, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപേ മരിച്ചുപോയ ഒരാളുടെ ശബ്ദം. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, കാലത്തിന്റെ കുറുകെയുള്ള കപ്പലോട്ടമാണ് വായന എന്നത്. ഒരു പുസ്തകത്തിന് നിങ്ങളിലെ സർഗാത്മകതയെ ഉണർത്താൻ കഴിയുമെങ്കിൽ ഒരു പുസ്തകോത്സവത്തിന് ഒരു എഴുത്തുകാരനെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിൻ്റെ ഏറ്റവും വലിയ നിദർശനമാണ് വിനീത് വിശ്വദേവ്. ഈ ഉയരടയാളങ്ങൾ എന്ന പുസ്തകത്തിൽ ഉയിരിന്റെ അടയാളം, ജീവന്റെ അടയാളം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാചീനമായ ഒരു കാലത്ത് നട്ടുച്ചയ്ക്ക് കത്തിക്കാളുന്ന വെയിൽ ഗ്രീസിന്റെ തെരുവീതികളിലൂടെ റാന്തലും കത്തിച്ചുകൊണ്ട് നടന്ന ഡയോജനിസ് എന്ന് പറഞ്ഞ ചിന്തകനോട് ആൾക്കൂട്ടം ചോദിച്ചു, അല്ലയോ മനുഷ്യ ഡയോജനിസേ, നീ നട്ടുച്ചയ്ക്ക് ആരെയാണ് തിരയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഡയോജനിസ് പറഞ്ഞ മറുമൊഴി ഇങ്ങനെയായിരുന്നു, ഞാൻ ഒരു മനുഷ്യനെ തേടി നടക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പരിചയമുള്ള മുതൽ ഒരുപാട് ഇഷ്ടപ്പെട്ട മുതൽ ഒരു വർഷം മുതൽ കാണുകയാണ്. പിന്നെ ഇത് ആദ്യമായിട്ട് എന്റെ വേദി എന്താ പറയാ, വിനീതിന്റെ ആദ്യത്തെ പുസ്തകം എഴുതുവാണ്. അത് അതിന്റെ കഴിക്കണം. ഒരുപാട് ഞാൻ സന്തോഷമുണ്ടാകും. ഈ പുസ്തകം എന്നും കൂടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ഒരാൾ പുസ്തകം പ്രകാശനം എന്ന് പറയുമ്പോൾ ആ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ പ്രാധാന്യം കൊടുക്കാറുണ്ട്. അപ്പൊ കഥകളുടെ പറ്റി ഒന്നൊക്കെ അറിയില്ല, വായിച്ചിട്ട് ആ വിനീതിനെ പിന്നെ അറിയുള്ളൂ. പിന്നെ എനിക്ക് തോന്നി അതിന്റെ പുസ്തകം വായിച്ചത് വിനീതിന്റെ ഒരു അത് കേട്ടതോ കാര്യം, അതായത് വിനീത് നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്, ഉറപ്പാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. മലയാളിയുടെ കഥാപ്രസ്ഥാനം 1791 വിദ്യാവിനോദിനി മാസികയിൽ പ്രസിദ്ധീകൃതമായ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ ഉജ്ജ്വലമായ ലക്ഷണയുക്തമായ വാസനാവിരുന്നുകളിലൂടെയാണ് മലയാളത്തിൽ ഈ കഥാപ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്നത്. നമ്മുടെ എഴുത്തിനെയും നമ്മുടെ കഥകളെയും മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാ മാധ്യമങ്ങളെയും നവഫാസിസം ചരിത്രത്തിന്റെ അപകർമ്മതികൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തെറ്റായ ചരിത്ര നിർമ്മിതികളാണ് പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്നത്. അവിടെയാണ് സ്നേഹത്തിന്റെ ഉണർത്തുപാട്ടുകൾ പോലെ സ്നേഹഗീതികൾ ഉണ്ടാകുന്നത്. അത്തരത്തിൽ ഒരു മികച്ച സ്നേഹഗീതിയാണ് നിഷ്കളങ്കമായ വിനീതിന്റെ നിഷ്കളങ്ക സ്നേഹത്തിന്റെ പ്രതീകമായ വിനീതിന്റെ ഈ ഉയരടയാളങ്ങൾ എന്ന സ്നേഹത്തിന്റെ ഉണർത്തുപാട്ട് പുസ്തകം. സ്വപ്നങ്ങളേറിയാണ് ഓരോ പ്രവാസിയും കടൽ കിടക്കുന്നത്. ആരുടെയൊക്കെ ജീവിതത്തിന് വേണ്ടിയാണ് നമ്മുടെ ബന്ധങ്ങളുടെ മാനസിക മൂല്യങ്ങളുടെ ജീവിതം അവരെ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതം കോമിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഉറ്റവർക്ക് വേണ്ടിയിട്ട് അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പ്രവാസിയും കടന്നു കിടക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ 2019 ഇവിടെ കയറുമ്പോൾ എല്ലാ പ്രവാസികൾക്കും പറയാനുള്ള ഒരു കഥകൾ പോലെ എനിക്കുമുണ്ടായിരുന്നു കഥകൾ. ഞാൻ പരിചയപ്പെട്ട ഓരോ പ്രവാസിക്കും
പല അനുഭവങ്ങളിലൂടെ അവരുടെ കഥകളിൽ നിന്നും കേട്ടതിൽ നിന്നും എന്റെ അനുഭവങ്ങളും ചേർത്ത് ഞാൻ കണ്ട ഭാവനയിലെ ചില കഥകളാണ് ഇതിലെ ഉയരടാളങ്ങൾ എന്ന് ഈ 9 കഥകളായി മാറിയിരിക്കുന്നത്. എന്റെ കഥകളല്ല, എന്റെ ജീവിതാനുഭവമല്ല, മറ്റുള്ളവർക്ക്. അതിന് പേരിടാൻ തന്നെ ഉയരടാളങ്ങൾ എന്ന് പറയാൻ ഈ പുസ്തകത്തിന്റെ മുഖംമൂടി തന്നെ അങ്ങനെയാണ്. മുഖമില്ല. അത് നമ്മൾ ഓരോ വായനക്കാരനിലേക്ക് എത്തിക്കുകയാണ്. ചിലപ്പോൾ പരിചയപ്പെട്ടതും അപരിചിതരുമായ പരിചയക്കാരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയി ഓരോ മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന ഭാവനയാണ് ഇതിന്റെ ഓരോ മനുഷ്യരെ തെളിയുന്നത്. വെറും ഒരു പുഞ്ചിരി കൊണ്ട് മനുഷ്യനെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിലാണ് ഏറ്റവും വലിയ മാനസിക മൂല്യങ്ങൾ എന്ന് പറയുന്നത്. എന്റെ ആദ്യ പുസ്തകം ഇവിടെ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പ്രസിദ്ധീകരിച്ചതിൽ തന്നെ വളരെയധികം നന്ദിയുണ്ട്. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.